വളരെയേറെ സ്നേഹമുള്ള ഒരു ഡോക്ടറാണ്, വളരെ എമ്പതിയുള്ളൊരു ഡോക്ടറാണ്. അജയൻ എന്നാ പേര്. അദ്ദേഹം ഇങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ അധ്യാപകനാണ്. അജയൻ ഇങ്ങനെ ടെർമിനൽ വാർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ മരിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള, ടെർമിനേറ്റഡ് എന്ന് വിശേഷിപ്പിക്കും, മരിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള, ആശിക്കാനൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള വാർഡ്. കുറച്ച് സാന്ത്വന ചികിത്സ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അവിടേക്ക് 13 വയസ്സുള്ള കുട്ടിയുമായിട്ട് രാമൻകുട്ടി എന്ന് പറഞ്ഞൊരു അച്ഛൻ വന്നു. കുട്ടിയുടെ പേര് രഞ്ജിത്ത്. എന്നിട്ട് കുഞ്ഞിന് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. എത്ര കടുത്ത ഉറക്കഗുളിക കൊടുത്തിട്ടും കുഞ്ഞുറങ്ങണില്ല. പുറത്ത് നിന്നുകൊണ്ട് രാമൻകുട്ടി ഇത് കാണുന്നുണ്ട്. രാമൻകുട്ടി ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഡോക്ടറെ, അവൻ ഉറങ്ങത്തില്ല. അവന് വയ്യാതായ കാലം തൊട്ട് അവനെ എൻ്റെ ചങ്കിലിട്ടാണ് ഞാൻ ഉറക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം വേണമെങ്കിൽ ഞാൻ ഉറക്കി കാണിച്ചു തരാം. ഞാൻ വന്നിട്ട് ഒന്നെൻ്റെ നെഞ്ചയിലിട്ടും തട്ടിയാൽ മതി, അവൻ ഉറങ്ങും. അജയൻ പറഞ്ഞു, രാമൻകുട്ടി, ഇതിങ്ങനെ മറ്റുള്ളവർക്ക് പ്രവേശനമുള്ളൊരു വാർഡല്ല. അത് നിൻ്റെ കുഞ്ഞിനും നല്ലതല്ല, വേറെയൊക്കെ ഉണ്ടല്ലോ ഇൻമേറ്റ്സ്, അവർക്കും നല്ലതല്ല, പിന്നെ നിനക്കും നല്ലതല്ല. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ് രാമൻകുട്ടി. കാരണം കുറേ കാലമായിട്ടിങ്ങനെ ആതുരാലയത്തിൻ്റെ ഇടപെടലുള്ള ആൾ നടക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ശരി ഡോക്ടറെ, സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞു കാര്യം അവനോട് പറയാവോ? എന്താണത്? അവൻ കിടക്കണ ആ കട്ടിലുണ്ടല്ല, ഉണ്ട്. അതിനോട് ചേർന്നൊരു ഭിത്തി ഉണ്ടല്ല, ഉണ്ട്. അവനോട് പറയണം, അച്ഛൻ ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. ഓ, പറഞ്ഞേക്കാം. വെളുപ്പിനെ 3 അജയൻ ഇങ്ങനെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കണ്ടു, അപ്പോഴും നിൽപ്പുണ്ട് രാമൻകുട്ടി എന്ന് പറയുന്നൊരു അച്ഛൻ, തൻ്റെ നെഞ്ചും കൂടി ഭിത്തിയോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ. അജയൻ പറഞ്ഞ്, അച്ഛൻ ഞാൻ ഫോൺ വെക്കട്ടെ. വെച്ചു. ദിസ് ഈസ് എക്സാക്ട്ലി എ ഫാദർ ഈസ്. ഇതാണ് അപ്പനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് കഷ്ടാനുഭവങ്ങളോട് നിങ്ങൾ കടന്നു പോകും. അയാളുടെ ചങ്കും കൂടെ നിങ്ങളോട് ചേർത്ത് പിടിച്ച ആൾ നിൽപ്പുണ്ടാവും.